നമുക്കൊന്നിച്ച് കർത്താവിനോട് ചേർന്ന് പ്രാർത്ഥിക്കാനാണ് കർത്താവ് ഇന്ന് ഈ ദിവസം ഒരുക്കി തരുന്നത്. ഇന്ന് നമുക്ക് ചിന്തയ്ക്ക് വേണ്ടി നമുക്കൊരു വചനം പരിചയപ്പെടാം. മത്തായി സുവിശേഷം എടുക്കാം. 4-ാം അധ്യായത്തിന്റെ 18-20 വചനഭാഗത്തിലേക്ക് നമുക്ക് കടന്നു പോകുമ്പോൾ യേശു കർത്താവ് പറയുന്ന കാര്യമാണ്, എൻ്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഇവിടെ വചനം നമ്മൾ ശ്രദ്ധിക്കണം. യേശു പറയാണ്, എൻ്റെ പിന്നാലെ വരുവിൻ. ലോകത്തിൽ ആരും പറയാത്ത ഒരു കാര്യമാണ് എൻ്റെ പിന്നാലെ വരുവിൻ എന്നുള്ളത്. യേശു മാത്രമാണ് പറഞ്ഞത്. യേശു പറയാനുള്ള ഒരു കാരണമുണ്ട്. യേശു നമുക്ക് മുമ്പേ നടന്ന ദൈവമാണ്. നമുക്ക് മുമ്പേ നടന്നവനായതുകൊണ്ടാണ് യേശു പറയുന്നത് എൻ്റെ പിന്നാലെ വരണം. ആരോടാണ് ഇത് യേശു പറയുന്നതെന്ന് ഓർക്കണം. യേശുവിന്റെ കൂടെയുള്ള യേശുവിന്റെ ശിഷ്യന്മാരോടാണ് യേശു പറയുന്നത് എൻ്റെ പിന്നാലെ വരുവിനെന്ന് യേശു പറയാൻ ഇടവരുന്നത്. കാരണം ശിഷ്യന്മാർ ചെയ്യുന്ന ജോലി, കാരണം പത്രോസ് കൂട്ടുകാരൻ ചെയ്ത ജോലി, അവർ മീൻപിടുത്തക്കാരായിരുന്നു. അവർ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നവരെ പിടിച്ചിട്ട് മനുഷ്യരെ പിടിക്കുന്നവരാക്കുവാൻ വേണ്ടിയാണ് യേശു അവരെ കൂട്ടി യേശുവിന്റെ കൂടെ ചേർക്കുന്നത്. മർക്കോസ് സുവിശേഷത്തിലും പറയുന്നുണ്ട്, യേശു അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് യേശു പറഞ്ഞു. അങ്ങനെ യേശു പറയാനുള്ള കാരണം, മനുഷ്യരെ പിടിക്കാനുള്ള ഒരു അഭിഷേകം ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുകയാണ്. കാരണം മനുഷ്യരെ പിടിക്കുന്നത് പോലെയല്ല, മത്സ്യത്തെ പിടിക്കുന്നത് പോലെയല്ല മനുഷ്യരെ പിടിക്കുന്നത്. കാരണം മനുഷ്യരെ പിടിക്കാനുള്ള അഭിഷേകം വേറൊരു തലത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകാൻ കർത്താവ് നമ്മളെ ഇടയാക്കും. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 26 മുതലുള്ള വചനമൊക്കെ, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. യേശു പറയാണ്, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്ത് ചെയ്യണം? എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷകനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. യേശു പറയാണ്, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കണമെങ്കിൽ ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷകനും ഇരിക്കാൻ തക്കവണ്ണം അവൻ എന്റെ പിന്നാലെ ഞാൻ ചെയ്യുന്നത് പോലെ എന്റെ കൂടെ വരണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതായത് കർത്താവിനെ അനുഗമിക്കുന്ന ഒരു ശുശ്രൂഷ നമ്മുടെ മേൽ വെളിപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 12-ാമത്തെ തിരുവചനം പറയുകയാണ്, യേശു പറയുകയാണ്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല. കാരണം യേശു പറയുന്നതാണ് എന്നെ അനുഗമിക്കണം. ആരെ അനുഗമിക്കണം? യേശുവിനെ അനുഗമിക്കണമെന്നാണ് യേശു പറയുന്നത്. കാരണം യേശുവിന്റെ കൂടെ പോയാൽ അവന്റെ അന്ധകാരം മാറും, അവന്റെ ദുഃഖം മാറും, അവന്റെ പ്രയാസം മാറും, അവന്റെ പരിഭവം മാറും, അവന്റെ ജീവിതത്തിലുള്ള സകല വ്യഗ്രതകളും നീങ്ങിപ്പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. ആരുടെ കൂടെ പോയാൽ? യേശുവിന്റെ കൂടെ പോയാൽ. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 59-ാം വചനം പറയാ, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാല് അവൻ ഞാൻ മുമ്പനായി എന്റെ അപ്പനെയോ അമ്മയോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരെയോ നോക്കുന്ന ഒരവസ്ഥയിലേക്കല്ല യേശു എന്നെ അനുഗമിക്കാൻ പറയുന്നത്. യേശു പറയുന്നത്, എന്നെ അനുഗമിക്കാൻ യേശു പറയുന്നത് മറ്റെല്ലാവരെക്കാൾ കൂടുതൽ എന്നെ സ്നേഹിക്കണം എന്ന് പറഞ്ഞത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം ലൂക്കോസ് സുവിശേഷത്തിൽ പറയുകയാണ് 9-ാം അധ്യായത്തില്, ഒരു മനുഷ്യൻ യേശുവിനെ കണ്ടുമുട്ടി യേശുവിന്റെ സ്നേഹം അറിയാൻ ഇടവരുമ്പോൾ യേശു അവനോട് പറയാണ്, നീ എന്നെ അനുഗമിക്കുക. അങ്ങനെ യേശു പറഞ്ഞപ്പോൾ അവൻ പറയാണ്, എന്റെ അപ്പൻ മരിച്ചു. സാധാരണ ലെവലിൽ നമുക്കറിയാം, ഒരു മാതാപിതാക്കൾ ആരെങ്കിലും മരിച്ചാൽ അവരെ കൊണ്ടുപോയി അടക്കണം. എന്നാൽ യേശു പറയാണ്, മരിച്ചവനെ ഞാൻ അടക്കാൻ പോകട്ടെ എന്ന് ചോദിക്കുമ്പോൾ യേശു പറയാണ്, അതൊന്നും വേണ്ട, എന്നെ നീ അനുഗമിക്കുക. എന്നിട്ട് യേശു പറഞ്ഞൊരു കാര്യമാണ്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കട്ടെ എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് യേശുവിനെ അനുഗമിക്കുന്നവരായി വളരുക എന്നതാണ്. മറ്റൊന്നുമല്ല, ആരെ അനുഗമിക്കണം? യേശുവിനെ അനുഗമിക്കുന്നവരായിട്ട് നമുക്ക് വളരണം. യേശുവിന്റെ കൂടെയുള്ള ഒരു ജീവിതം. രണ്ടാമതായി നമുക്ക് കാണാം,
എന്റെ അടുക്കൽ വരുവിൻ. മത്തായി സുവിശേഷം 11-ാമത്തെ 28-ാമത്തെ വചനഭാഗം പറയാണ്, യേശു പറയാണ് എന്റെ അടുക്കൽ വരുവിൻ. ഒന്നാമത് യേശു പറഞ്ഞു എന്നെ അനുഗമിക്കുവിൻ. രണ്ടാമത് യേശു പറയാണ് എന്റെ അടുക്കൽ വരുവിൻ. എന്റെ അടുക്കൽ വരുവിൻ എന്ന് യേശു പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. കാരണം മത്തായി സുവിശേഷം 11-ാമത്തെ 28-ാമത്തെ വചനഭാഗമാണ് പറയുന്നത് എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അതുകൊണ്ട് കാരണം യേശു അങ്ങനെ പറയാൻ കാരണമുണ്ട്. യേശുവിന്റെ അടുക്കൽ വരാതെ ആർക്കും ആശ്വാസമോ സമാധാനമോ സന്തോഷമോ ഒന്നും കിട്ടുകയില്ല എന്നതുകൊണ്ടാണ് യേശു പറഞ്ഞത് നിങ്ങൾ എന്റെ അടുക്കൽ വന്നേ മതിയാകൂ. നിങ്ങൾ എന്റെ അടുക്കൽ വന്നേ മതിയാകൂ. ഈ ലോകത്തിലുള്ള സകല മനുഷ്യരോടും യേശു പറയുന്ന ഒരേ ഒരു കാര്യം, നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ. നിങ്ങൾ ലോകത്തിലുള്ള ഏതെങ്കിലും ആളുകളുടെ അടുക്കൽ പോയതുകൊണ്ട് നിങ്ങൾക്ക് ആശ്വാസം കിട്ടിയല്ല, നിങ്ങൾക്ക് സമാധാനം കിട്ടിയല്ല, നിങ്ങൾക്ക് സന്തോഷം കിട്ടിയല്ല, നിങ്ങൾക്ക് ആനന്ദം കിട്ടിയല്ല. യേശു പറയാണ് എന്റെ അടുക്കൽ വരുന്നവർക്കാണ് ഞാൻ ആശ്വാസം കൊടുക്കുന്നത്. കാരണം യേശു ക്രിസ്തുവിൽ മാത്രമുള്ളതൊന്ന് യേശു കർത്താവ് അവർക്ക് കൊടുക്കുവാൻ ഇടവരുന്ന ദൈവമായതുകൊണ്ടാണ് യേശു അങ്ങനെ പറഞ്ഞത്. യേശു പറഞ്ഞു അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരണം. കാരണം വെറുതെ ഇരിക്കുന്നവരോടല്ല യേശു പറഞ്ഞത്, എന്ത് ചെയ്യുന്നവരോടാണ് യേശു പറഞ്ഞത്? അധ്വാനിക്കുന്നവരോടാണ് യേശു പറഞ്ഞത് എന്റെ അടുക്കൽ വരണം. എന്റെ അടുക്കൽ വന്നാലോ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. രണ്ടാമത് യോഹന്നാന്റെ സുവിശേഷം 7-ാമത്തെ 37-ാമത്തെ വചനം പറയാം, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അങ്ങനെ പറയാനുള്ള കാരണം യേശുവിന്റെ അടുക്കൽ ചെന്നാൽ അവന് ആശ്വാസം കിട്ടും. യേശുവിന്റെ അടുക്കൽ വന്നാൽ അവന്റെ ദാഹം മാറും. യേശുവിന്റെ അടുക്കൽ വന്നാൽ അവന് അനുഗ്രഹം കിട്ടും. യേശുവിന്റെ അടുക്കൽ വന്നാൽ അവന് സമാധാനം കിട്ടും. യേശുവിന്റെ അടുക്കൽ വന്നാൽ അവന് രോഗശാന്തി കിട്ടും. യേശുവിന്റെ അടുക്കൽ വന്നാൽ അവന്റെ ജീവിതത്തിൽ വലിയ മാറ്റം വരും. യേശുവിന്റെ അടുക്കൽ വരുന്ന എല്ലാവർക്കും അവന്റെ അഭിഷേകം കൊണ്ട് നിറയുവാൻ അവനിടയാക്കും. ആമേൻ എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവിന്റെ അടുക്കൽ വരുന്നവർക്ക് മാത്രമേ ഈ ഒരു അനുഭവം ഉണ്ടാകാൻ ഇടവരികയുള്ളൂ. ഞാൻ യേശുവിന്റെ അടുക്കൽ വരാൻ ഇടവന്നപ്പോൾ എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെയും കാണാത്ത അനുഭവത്തിലേക്ക് പോകാൻ ഇടവന്നിട്ടുണ്ട്. കാരണം നമുക്കറിയാം മെയ് മാസത്തിൽ ഇവിടെ ഒരു ധ്യാനം നടന്ന സമയത്ത് പ്രിയപ്പെട്ട സാധു ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഷീറ്റിന്റെ മുകളില് സ്പ്രിംഗ്ലറിന്റെ പൈപ്പ് പൊട്ടിയ സമയത്ത് അത് നന്നാക്കാൻ വേണ്ടി കയറിയ സമയം അത് നന്നാക്കി പൈപ്പ് പൊട്ടിച്ചിറങ്ങുമ്പോ പെട്ടെന്ന് ഷീറ്റിന്റെ മേളിൽ ചവിട്ടുകയും 25 അടിയോളം ഹൈറ്റുള്ള ആ കെട്ടിടത്തിന്റെ മേളിൽ നിന്ന് ഷീറ്റ് പൊട്ടി താഴോട്ട് പോകാൻ ഇടവന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഞാനിപ്പോ പറയാൻ കാരണം എന്നെ സംരക്ഷിക്കുന്ന ഒരു കരം, യേശുവിന്റെ കരം എന്റെ കൂടെ എന്നെ താങ്ങി. കാരണം 25 അടിയോളം ഹൈറ്റുള്ള ആ കെട്ടിടത്തിന്റെ മേളിൽ നിന്ന് താഴോട്ട് വീഴുമ്പോ ഫ്രണ്ട് പുറകു ഭാഗത്ത് തലയുടെ ഭാഗത്ത് ഇരുമ്പ് കട്ടിലും മുമ്പിൽ വലിയ പൊട്ടിയ കസേരകളും മറ്റു കസേരകളൊക്കെ അടുക്കി വെച്ചിരിക്കുന്നതിന്റെ ഇടഭാഗത്തേക്കാണ് വന്ന് വീഴുന്നത്. ഒരു കുഴപ്പവും പറ്റാതെ എന്നെ താങ്ങിയ ഒരു ദൈവം. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുപോലെ താങ്ങാൻ കഴിയുന്ന അനുഗ്രഹിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെ ഇല്ലേ? നമ്മുടെ കൂടെ ഇല്ലേ? യേശുവിന്റെ അടുക്കൽ വരുന്നവന് യേശു അവന് വേണ്ടതെല്ലാം കൊടുത്ത് അവനെ പരിപാലിച്ച് വിടുന്ന ഒരു ദൈവമാണെന്ന് നമ്മൾ അറിയണ്ടേ? പ്രൈസ് ദി ലോർഡ്. വലിയ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും നമ്മളെ പരിപാലിച്ച് നമ്മളെ കൊണ്ടുപോകുന്ന കർത്താവ്, നമുക്ക് ഒരു കുറവും വരുത്താത്ത നമ്മുടെ ദൈവമാണ് നമ്മുടെ കർത്താവ്. ഒരു കുറവ് പോലും വരുത്താതെ നമ്മളെ ഉള്ളം കൈയിൽ താങ്ങി നിർത്തുന്നു. അല്ലെങ്കിൽ ഒരു 5 അടി ഹൈറ്റിൽ നിന്ന് താഴെ വീണ് കൈ ഒടിഞ്ഞു, നട്ടലൊടിഞ്ഞു, കാലൊടിഞ്ഞു. എത്ര മനുഷ്യരാണ് ഇങ്ങനെ കടന്നു പോകാൻ ഇടവരുന്നത്? ആ അങ്ങനെയുള്ള സമയത്താണല്ലോ നമ്മെ ദൈവം താങ്ങി നിർത്തിയത്. അത് നമ്മുടെ കഴിവ് കൊണ്ടൊന്നും അല്ല പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ
സംരക്ഷണമുള്ളത് കൊണ്ടാണ്, ദൈവത്തിന്റെ അനുഗ്രഹമുള്ളത് കൊണ്ടാണ്, ദൈവത്തിന്റെ അഭിഷേകമുള്ളത് കൊണ്ടാണ്, എന്നെ കൊണ്ട് ദൈവത്തിന് ഇനിയും ആവശ്യമുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേലേക്ക് ശക്തമായി ഇടപെടുമ്പോഴാണ് നമുക്ക് ദൈവത്തിന്റെ സാന്നിധ്യത്തെ അനുഭവിക്കാൻ കഴിയുന്നത്. മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വചനത്തിൽ പറയാ, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. വീണ്ടും കർത്താവ് പറയാണ്, എന്നോട് പഠിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒന്ന്, യേശുവിനെ അനുഗമിക്കണമെന്ന് പറഞ്ഞു. രണ്ട്, യേശുവിന്റെ അടുക്കൽ വരണമെന്ന് പറഞ്ഞു. മൂന്ന്, യേശു പറയാ, എന്നോട് പഠിക്കണം. നിങ്ങൾ വേറെ ആരുടെ അടുക്കൽ പോയി പഠിച്ചാൽ നിങ്ങൾക്ക് തെറ്റും സംഭവിക്കും. ഈ തിരുവഴുത്ത് യേശു കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനമുണ്ട്. യേശു പറഞ്ഞ വചനമുണ്ട്. യേശു പറഞ്ഞ വചനം മാറ്റമില്ലാത്ത വചനമാ നമുക്ക് വേണ്ടി അവൻ പറഞ്ഞു തന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. യേശു പറയാ, ഞാൻ നിങ്ങളുടെ അടുക്കൽ കടന്നു വന്നത് നിങ്ങളെ പാപത്തിൽ നിന്നും ലോകത്തിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും വിടുവിക്കാൻ വേണ്ടിയാണ് ഞാൻ കടന്നു വന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നിട്ടാ യേശു പറഞ്ഞത് ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ പഠിക്കുക. ഒന്ന്. രണ്ട്, അനുഭവത്തിൽ നിന്ന് പഠിക്കുക. രണ്ട്. മൂന്ന്, ചരിത്രത്തിൽ നിന്ന് പഠിക്കണം. എന്ത്? യേശു ലോകത്തിലേക്ക് വന്നതിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. യേശു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ അനുഭവത്തെ കുറിച്ച് നമ്മൾ പഠിക്കണം. ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത് നമ്മൾ പഠിക്കണം. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ക്രിസ്തു പഠിപ്പിച്ചത് പഠിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ക്രിസ്തീയ അനുഭവത്തിലേക്ക് കടന്നു പോകാൻ ഇടവരുന്നത്. കാരണം അപ്പസ്തോലന്മാര് യേശുവിന്റെ കൂടെ നടക്കുന്നു. നമുക്കറിയാം, 3.5 വർഷക്കാലം യേശുവിന്റെ കൂടെ നടന്ന അപ്പസ്തോലന്മാര്. പത്രോസിനോട് യേശു ഒരു ദിവസം പറയുകയാണ്, പത്രോസേ, സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചിട്ടുണ്ട്. നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഈ പത്രോസ് പറയുകയാണ്, കർത്താവേ, ഒരിക്കലും അങ്ങനെയൊന്നുമില്ല. ഞാൻ നിന്നോട് കൂടെ മരിക്കാനും ഞാൻ തയ്യാറാണ്, ഞാൻ വരികയാണ്. യേശു പറഞ്ഞു, ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ തള്ളിപ്പറയും. പ്രൈസ് ദി ലോർഡ്. ഈ പത്രോസിനോട് യേശു പറഞ്ഞത്, കോഴി കൂവുന്നതിന് മുമ്പേ നീ എന്നെ തള്ളിപ്പറയും. ഞാനൊരു കാര്യം പറയാം. യോനാ പ്രവാചകന് മത്സ്യത്തെയാണ് ദൈവം ഒരുക്കി നിർത്തിയത്. യോനാ പ്രവാചകന് എന്തുകൊണ്ടാണ് മത്സ്യത്തെ ഒരുക്കി നിർത്തിയത്? നിനവയിലേക്ക് പോകാൻ ദൈവം പറഞ്ഞതിന് പകരം, നിനവയ്ക്ക് പകരം താർശീശിലേക്കുള്ള കപ്പൽ കയറി യാത്ര ചെയ്തപ്പോ ആ കപ്പലിന് പുറകെ ദൈവം മത്സ്യത്തെ ഒരുക്കി നിർത്തി. എന്തിനാ? ഈ കപ്പലിൽ നിന്ന് അവനെ എടുത്ത് പുറത്തേക്ക് എറിയുമ്പോൾ ഈ മത്സ്യം ഇവനെ മെഴുകുകയും ഇവൻ 3 രാവും 3 പകലും ഇതാ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് നിലവിലേക്ക് കടന്നു പോകാൻ വേണ്ടി ഇവനെ ദൈവം ഒരുക്കും. പ്രൈസ് ദി ലോർഡ്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എന്നാൽ ദൈവം മത്സ്യത്തെ യോനായ്ക്ക് വേണ്ടി അവിടുന്ന് മാറ്റി നിർത്തിയതുപോലെ പത്രോസിന്റെ ജീവിതത്തിൽ കോഴിയാണ്, ഒരു മൃഗത്തെയാണ് അവിടുന്ന് പത്രോസിന്റെ തിരിച്ചറിവിലേക്ക് കൊണ്ടുവന്നത്. കോഴി കൂവിയപ്പോൾ പത്രോസ് യേശു പറഞ്ഞത് എന്താണെന്ന് അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. യേശു എന്തു പറഞ്ഞോ അത് അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കോഴി അവന് ഒരു വലിയ തിരിച്ചറിവ് കൊടുക്കാൻ ഇടവന്നു. അപ്പോൾ അവൻ മനം നൊന്ത് കരഞ്ഞ് മാനസാന്തരത്തിലേക്ക് വരുവാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലപ്പോൾ ദൈവം ചില മൃഗങ്ങളെ ആയിരിക്കും മനുഷ്യന്റെ ബുദ്ധിക്ക് ഉപദേശിക്കാൻ വേണ്ടി ദൈവം അവിടുന്ന് അയക്കാൻ ഇടവരുന്നത്. ദൈവം മൃഗത്തോടല്ല സംസാരിക്കുന്നത്. ആരോടാ സംസാരിക്കുന്നത്? മനുഷ്യരോടാ സംസാരിക്കുന്നത്. കാരണം യോനാ പ്രവാചകൻ അവിടെ ചെന്നു കഴിഞ്ഞ് സുവിശേഷമെല്ലാം പ്രസംഗിച്ച് ഒരു ആമണക്കിന്റെ ചുവട്ടിൽ ഇരുന്നപ്പോഴാണ് നല്ല തണലും നല്ല സമാധാനമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ, സ്വസ്ഥമായി ഇവിടെ ഇരിക്കാമെന്ന് വിചാരിക്കുന്ന സമയത്താണ് ആമണക്ക് ഒരു പുഴു വന്ന് കുത്തി. ആമണക്കും അമ്മ ഉണക്കി കളയും.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യർക്ക് വേണ്ടി ദൈവം എന്തെല്ലാം ചെയ്തു തരുന്നതോ മനുഷ്യൻ അതിനെ ആശ്രയിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം അതിൽ നിന്നെല്ലാം മാറ്റിവിടുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. എന്തിനാ ഞാൻ എന്ന മനുഷ്യൻ കർത്താവിന് ഏറ്റവും പ്രയോജനമുള്ളവനായി മാറണം? ഞാൻ മറ്റൊന്നിനെയും ആശ്രയിച്ചു പോകാൻ പാടില്ല. ക്രിസ്തുവിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് മാത്രം പഠിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ ആരിൽ നിന്ന് പഠിക്കണം? ദൈവത്തിൽ നിന്ന് മാത്രം പഠിക്കണം. ദൈവം എന്നെ പഠിപ്പിച്ചാൽ മതി എന്ന് നമ്മൾ പറയണം. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, നിന്റെ സ്വരം എനിക്ക് കേൾക്കണം, നിന്റെ ആലോചന എനിക്ക് കിട്ടണം, നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് നിന്നോടുകൂടെ ജീവിക്കണം. നീ എന്റെ ഉള്ളിൽ സർവശക്തനായ ദൈവമാ. പ്രൈസ് ദി ലോർഡ്. ദൈവമായ കർത്താവാണ് അങ്ങ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് ഞാൻ അവന് വേണ്ടി അവന്റെ നാമത്തെ ഉയർത്തുവാൻ ഇന്ന് തയ്യാറായെങ്കിൽ അവൻ എന്റെ കൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കരങ്ങൾ ഉയർത്തി നന്ദി പറയാം. കർത്താവേ, നിന്റെ ആത്മാവ് ശക്തമായി ഈ വചനം ഞങ്ങളോട് നീ സംസാരിക്കുമ്പോൾ ഒന്ന് നിന്നെ അനുഗമിക്കണമെന്ന് നീ പറഞ്ഞ് നിന്റെ പിന്നാലെ പോകാനുള്ള ഒരു അഭിഷേകം ഞങ്ങളുടെ മേലേക്ക് നീ പകർന്നു തരണം. രണ്ട്, കർത്താവേ, ഹല്ലേലൂയ, അധ്വാനിക്കുന്ന ഒരു ഭാരം ചുമക്കുന്നവരുമായ എല്ലാവരും എന്റെ അടുക്കൽ വരുമെന്ന് യേശു പറഞ്ഞെങ്കിൽ അടുക്കൽ വരാനുള്ള ഒരു വലിയൊരു അഭിഷേകം ഞങ്ങൾക്ക് നീ തന്ന് നിന്റെ കൂടെ ഇരിക്കാൻ, നിന്റെ കൂടെ നടക്കാനുള്ള ശക്തി ഞങ്ങളുടെ ഉള്ളിൽ നീ തന്ന് ഞങ്ങളെ നയിക്കണം കർത്താവേ. മൂന്ന്, ഞങ്ങളെ നീ പഠിപ്പിക്കുന്ന ദൈവമാണ്, ഞങ്ങളോട് നീ പറഞ്ഞു തരുന്ന ദൈവമാ, ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാ. ഈ അഭിഷേകം കൊണ്ട് ഞങ്ങളെ നീ അവിടുന്ന് ഇപ്പൊ നിറയ്ക്കുക കർത്താവേ, ഇപ്പൊ നിറയ്ക്കുക കർത്താവേ. ഒന്ന് സ്തോത്രം പറഞ്ഞേ. എന്നെ നിറയ്ക്കണമേ, എന്നെ നീ നിറയ്ക്കണമേ, എന്നെ നീ ബലപ്പെടുത്തണമേ, എന്നെ നീ അനുഗ്രഹിക്കണമേ. അവിടുത്തെ ശക്തി കൊണ്ട് എന്നെ നീ നിറയ്ക്കണമേ. യേശുവേ, നീ മഹത്വം എടുക്കുന്ന ദൈവമാ, നീ സർവശക്തനായ ദൈവമാ. നിന്റെ കൃപയാൽ എന്നെ നീ പരിപാലിച്ച് കൊണ്ടുപോകണമേ. നിന്റെ ആത്മാവിനാൽ. ഹല്ലേലൂയ. നന്ദി ദൈവമേ, നന്ദിയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം. ആമേൻ. വീണ്ടും നാലാമതായി അവിടുന്ന് നമ്മോട് പറയുകയാണ്. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വചനഭാഗം പറയുകയാണ്. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വചനഭാഗം എന്തായിരിക്കുന്നു പറയുന്നത്? നമുക്കൊന്ന് വായിക്കാമോ? യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വചനഭാഗം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലമുണ്ട്. പ്രൈസ് ദി ലോർഡ്. യേശു പറയുകയാണ് എന്നിൽ വിശ്വസിപ്പിൻ എന്ന്. കാരണം എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലമുണ്ട് ഉള്ളത് കൊണ്ടാണ് കർത്താവ് പറഞ്ഞത് എന്നിൽ വിശ്വസിക്കും. വേറെ ആരിലും വിശ്വസിക്കരുത് എന്ന് യേശു പറയാൻ കാരണം, ഞാൻ പോയി പിതാവിന്റെ അടുക്കൽ ചെന്ന് ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കും, ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആകേണ്ടതിന് വന്ന് നിങ്ങളെയും എന്നോട് കൂടെ കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുമെന്ന് യേശു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ ലോകത്തിൽ മരിച്ച്, ഈ ലോകത്തിൽ അടക്കം ചെയ്ത്, ഈ ലോകത്തിൽ ഉയർന്ന പിതാവിന്റെ അടുക്കലേക്ക് കടന്നുപോയ യേശു കർത്താവ് തന്നെ വീണ്ടും ലോകത്തിലേക്ക് വരാനിരിക്കുന്നത് കൊണ്ടാണ് യേശു പറഞ്ഞത് നിങ്ങളുടെ ഹൃദയം ഒന്നും കലങ്ങിപ്പോകരുത്, എന്നിൽ മാത്രം വിശ്വസിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. യേശു പറയാ എന്നിൽ മാത്രം വിശ്വസിക്കിൻ, എന്റെ പിതാവിന്റെ ഭവനമുണ്ട്, അവിടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകും, അവിടെ നിങ്ങളെ ഞാൻ എത്തിക്കും. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം 22-ാമത്തെ വചനം. അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ ദുഃഖമുണ്ടെങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയില്ല. പ്രൈസ് ദി ലോർഡ്. എടുത്തു കളയാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു സന്തോഷം ഞാൻ നിങ്ങൾക്ക് തരുമെന്ന യേശു പറഞ്ഞത്. യേശു പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് സന്തോഷം തരും. എന്നിൽ വിശ്വസിച്ചാൽ എന്ത് തരും? സന്തോഷം ഞാൻ തരും. ആരും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഇത് എടുത്തു കളയില്ല. വീണ്ടും യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വചനം പറയുകയാണ് എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക്
തന്നേച്ചു പോകുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. പ്രൈസ് ദി ലോർഡ്. യേശുവാണ് പറയുന്നത്, എന്നിൽ വിശ്വസിക്കുക, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കാരണം എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. ലോകം തരാത്തൊരു സമാധാനം ഉണ്ടെങ്കിൽ അത് യേശു തരുന്ന സമാധാനമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ലോകം തരുന്ന സമാധാനം താൽക്കാലികമാണ്, അല്പനേരത്തേക്ക് കിട്ടുന്ന സമാധാനമാണ്. ഈ ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി മയക്കുമരുന്നിന്റെ പുറകെ പോകുന്നവരുണ്ട്, ലോക പാപബന്ധനത്തിന്റെ പുറകെ പോകുന്ന മനുഷ്യരുണ്ട്, ഈ ലോകത്തിൻ്റെതായ തിന്മയുടെ പുറകെ പോകുന്ന മനുഷ്യരുണ്ട്. അവർക്കൊക്കെ താൽക്കാലികമായിട്ട് ഒരു ചെറിയ സമാധാനം കിട്ടി, ലഹരിയുടെ ഒക്കെ കൂടെ പോയി കിട്ടിയെങ്കിൽ അത് താൽക്കാലിക സമാധാനം കൊണ്ട് അവർ നശിച്ചു പോകാൻ ഇടവരുമ്പോൾ യേശു പറയുകയാണ്, നിത്യ സമാധാനം എന്റെ കയ്യിലുണ്ട്. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ടാ പോകുന്നത്, ലോകം തരുന്നത് പോലെ അല്ല. എന്നിട്ടാ യേശു പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് യേശു പറയാനുള്ള കാരണം, കലങ്ങാത്ത വണ്ണം നിങ്ങളെ നോക്കാൻ കഴിയുന്ന ഒരു കർത്താവാൻ ഞാൻ. അവന്റെ പേരാണ് യേശുവൻ. ആമേൻ. യേശു കർത്താവ് നമ്മുടെ മേലേക്ക് അവന്റെ ആത്മാവിന്റെ പകർച്ചയെ നമുക്ക് പകർന്നു തരുന്നത്, സമാധാനം നമ്മുടെ മേലേക്ക് കടന്നു വന്നത് ഒരിക്കലും നീങ്ങിപ്പോകരുതെന്ന് പറഞ്ഞത് കൊണ്ടാണ് യേശു അങ്ങനെ പറയാനിട വന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങനെ നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവം, അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്നിൽ വിശ്വസിപ്പിൻ, എന്നിൽ വിശ്വസിപ്പിൻ. വിശ്വസിക്കുന്നതോറും എന്തൊക്കെ നമുക്ക് കിട്ടും? വിശ്വാസത്തിന്റെ തലങ്ങൾ ഏതൊക്കെ? അല്പവിശ്വാസമുണ്ട്, വലിയ വിശ്വാസമുണ്ട്, ഉറച്ച വിശ്വാസമുണ്ട്. വിശ്വാസം ഏതൊക്കെയുണ്ട്? അല്പവിശ്വാസമുണ്ട്, വലിയ വിശ്വാസമുണ്ട്, ഉറച്ച വിശ്വാസമുണ്ട്. അല്പവിശ്വാസം എന്ന് പറയാനുള്ള കാരണം, കടലിന്റെ മീതെ യേശു കർത്താവ് നടക്കുമ്പോൾ, കാരണം കാറ്റും കടലും ഇളകി മറിയും. നമുക്ക് നോക്കാം മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 31 മുതലുള്ള വചനഭാഗം ഒന്ന് നോക്കിക്കേ. മത്തായി സുവിശേഷം 14-ാം അധ്യായം 31 മുതൽ നോക്കിക്കേ. ഒന്ന് വായിക്കാമോ? 14-ാം അധ്യായം 31 മുതൽ 14-ന്റെ 31 മുതൽ. യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. അവർ പടകിൽ കയറിയപ്പോൾ കാറ്റമർന്നു. പടകിലുള്ളവർ, നീ ദൈവോത്തര സത്യമെന്ന് പറഞ്ഞു അവനെ നമസ്കരിച്ചു. പ്രൈസ് ദി ലോർഡ്. 28 മുതൽ നോക്കുമ്പോൾ, പത്രോസ്, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന് മീതെ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണമെന്ന് പറഞ്ഞു. വരിക എന്ന് അവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിന്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ വെള്ളത്തിന് മീതെ നടന്നു. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ ഒരു പ്രത്യേകത, യേശു കടന്നു പോകുമ്പോൾ യേശുവാണെന്ന് വെള്ളത്തിന് മീതെ നടന്ന യേശുവിനെ കണ്ടപ്പോൾ പത്രോസിന് ഒരു ആഗ്രഹം, കർത്താവേ, നീ നടന്നതുപോലെ എന്നെയും നടത്തണമേ. യേശു പറഞ്ഞു, ഞാൻ നടന്നതുപോലെ നിങ്ങൾക്ക് നടക്കാൻ കഴിയും എന്ന് പറഞ്ഞിട്ട് പടകിൽ നിന്ന് ഇറക്കി വെള്ളത്തിന്റെ മീതെ ആര് നടന്നു? പത്രോസ് നടന്നു. പ്രൈസ് ദി ലോർഡ്. പത്രോസ് നടന്നത് യേശു പറഞ്ഞത് കൊണ്ടാണ് നടന്നത്. എന്നാൽ പെട്ടെന്നാണ് യേശുവിനേക്കാൾ വലിയ കാറ്റും വലിയ തിരകളും കണ്ട് പത്രോസ് പെട്ടെന്ന് ഭയന്ന് ചവിട്ടിയ കാല് താഴ്ന്നു പോകാൻ ഇടവരുന്നത് കാണുന്നു. പ്രൈസ് ദി ലോർഡ്. യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. പത്രോസ് പറഞ്ഞു, കർത്താവേ, എന്നെ രക്ഷിക്കണമേ. കടലിന് മീതെ നടന്നവനാ. വിശ്വാസമുള്ള പത്രോസ് കടലിന് മീതെ നടന്നപ്പോൾ ഒരു പ്രതികൂലം വന്നപ്പോൾ എന്ത് സംഭവിച്ചു? താന്നുപോയി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ വരുന്നത് ഇല്ലേ? നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വരുന്നത്. കർത്താവ് പറയുന്നത് കേട്ട് നമ്മൾ ചാടി ഇറങ്ങി അങ്ങ് പോകും. ഒരു പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മൾ എല്ലാവരും എന്ത് ചെയ്യും? താന്നു പോകും. അന്നേരം കർത്താവിനെ പറയാം, കർത്താവേ, നീ എന്നെ രക്ഷിക്കണമേ എന്ന്. കർത്താവിനോട് പറഞ്ഞാണ്, അല്പവിശ്വാസി, നീ എന്തിനാ ഭയപ്പെടുന്നത്? ഞാനല്ലേ നിന്നോട് പറഞ്ഞത്?
യേശു ചോദിക്കുക, ഞാനല്ലേ നിന്നോട് പറഞ്ഞത്, ഞാൻ പറഞ്ഞാൽ നീ അതുപോലെ അനുസരിച്ചാൽ മതി. വെള്ളത്തിന്റെ മീതെ ഞാൻ നടന്നതുപോലെ നിന്നെ നടത്താൻ കഴിയുന്ന ദൈവമാണെന്ന് നീ അറിയണം. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളും ഇതുപോലെ യേശു നടന്നതുപോലെ നമുക്കും നടക്കാൻ കഴിയും. യേശു നമ്മളെ നടത്തും. നമ്മൾ യേശു പറഞ്ഞതുപോലെ ഒന്ന് ജീവിക്കാൻ തയ്യാറായാൽ മാത്രം മതിയെന്ന യേശു നമ്മോട് പറയുന്നത്. ഹല്ലേലൂയ. എത്ര വലിയ പ്രയാസത്തിന്റെ നടുവിലോ, രോഗത്തിന്റെ നടുവിലോ, വേദനയുടെ നടുവിലോ, പ്രയാസത്തിന്റെ നടുവിലോ, ഏതവസ്ഥയിൽ കടന്നാലും യേശു പറഞ്ഞതുപോലെ വിശ്വസിക്കാൻ തുടങ്ങിയാൽ എത്ര വലിയ രോഗമാണെങ്കിലും അത് നമ്മുടെ ശരീരത്തെ വിട്ട് മാറിപ്പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. യേശു പറഞ്ഞാൽ, കാരണം അന്ധനായ മനുഷ്യൻ വിളിച്ചപ്പോൾ അവന്റെ അന്ധത മാറ്റുവാൻ യേശു മതിയായവനാണെന്ന് അന്ധന് തിരിച്ചറിഞ്ഞത് അവന്റെ അന്ധത മാറട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ്. 38 വർഷക്കാലം തളർന്നു കിടക്കുന്ന മനുഷ്യന്റെ അടുക്കൽ യേശു കടന്നു എന്നിട്ട് നീ എഴുന്നേൽക്കടാ എന്ന് പറഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റപ്പോഴാണ് അവന് മനസ്സിലായത് ഇങ്ങനെ എഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന ഒരു കർത്താവാണ് നമ്മുടെ ദൈവമെന്ന്. കാരണം യേശുവിന് ചെയ്യാൻ കഴിയുന്നുവെന്ന് യേശുവിന്റെ പ്രവൃത്തി കണ്ട് അനുഭവിച്ചവർ വിളിച്ചു സാക്ഷ്യപ്പെടുത്തുക, യേശു എന്നെ സുഖപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. കാരണം 3 ദിവസം വിശന്നിരുന്നവരുടെ വിശപ്പ് മാറ്റിയതിന്റെ ഏറ്റവും വലിയ കാരണം അവരുടെ കൂട്ടത്തിലുള്ളവരുടെ കയ്യിലിരുന്ന 5 അപ്പവും 2 മത്സ്യവും എടുത്ത് യേശു അതിനെ അവരെ പന്തിയിലിരുത്തി വർദ്ധിപ്പിച്ചു കൊടുത്തപ്പോൾ ഈ വർദ്ധനവ് കണ്ടിട്ട് അവർ യേശുവിൽ വിശ്വസിച്ചു. അതിന് യേശു പറഞ്ഞെന്താണ്? അപ്പം കണ്ട് വിശ്വസിച്ചവരാണ് ഇവരെന്ന്. കാരണം അത്ഭുതം കണ്ട് വിശ്വസിച്ച യേശുവിന്റെ കൂടെ കൂടിയവരുണ്ട്. കുറെ കാലം കഴിഞ്ഞപ്പോ അവരെല്ലാം പിന്മാറ്റത്തിലേക്ക് പോകാൻ ഇടവന്നു. യേശു ദൈവമാണെന്ന് അറിഞ്ഞിട്ടും പിന്മാറിപ്പോകുന്നവരുണ്ട്. അത്ഭുതം കണ്ടും അത്ഭുതം അനുഭവിച്ചവരും പിന്മാറിപ്പോകുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, യേശുവിന്റെ അടുക്കൽ വന്ന 10 കുഷ്ഠരോഗികളിൽ അതിലെ 9 പേര് യേശുവിന്റെ അടുക്കൽ തിരിച്ചു വന്നില്ല. ഒരേ ഒരാൾ മാത്രമേ തിരിച്ചു വന്നുള്ളൂ. ബാക്കി 9 പേര് എവിടെ എന്ന് ചോദിച്ചപ്പോൾ അവർ തിരിച്ചു വരാതിരിക്കുക. പ്രൈസ് ദി ലോർഡ്. സൗഖ്യം കിട്ടിയ കൂട്ടത്തിലും കർത്താവിനെ അനുഭവിച്ചു പോകാത്തവർ എത്രയോ പേരുണ്ടെന്നറിയാമോ? സൗഖ്യം കിട്ടിയതിൽ കർത്താവിനെ അനുഭവിച്ച് കർത്താവിന്റെ കൂടെ ജീവിക്കുന്ന എത്ര പേരുണ്ടെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. 10 പേരിൽ സൗഖ്യം കിട്ടിയ ഒരാളാണ് കർത്താവിന്റെ കൂടെ നടന്നെങ്കിൽ 9 പേരും കർത്താവിനെ വിട്ടു നടന്നവരായിരുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ കൂടെ നടക്കണമെങ്കിൽ നമുക്കൊരു വിളി വേണം. പ്രിയമുള്ളവരെ, നമുക്കൊരു വിളി വേണം. കർത്താവിന്റെ കൂടെ നടക്കണമെങ്കിൽ നമുക്കൊരു വിളി വേണം. അവന്റെ കൂടത്തിലുള്ള ഒരു ജീവിതം വേണം. അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസ ജീവിതം വേണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം അവന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം നടക്കുമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കാരണം ഒരിക്കൽ എന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു സഹോദരി വിളിച്ചപ്പോൾ, സഹോദരി വിളിക്കാൻ കാരണം ആ സഹോദരിയുടെ ആ വാൾവിന് തകരാറുണ്ടായിരുന്നു. ആ സഹോദരിയുടെ വാൾവിന് തകരാറുണ്ടായി. ആ സഹോദരിക്ക് ശ്വാസം പോലും വിടാൻ കഴിയാതെ ഒത്തിരി വിഷമിച്ച് പ്രയാസപ്പെട്ട സഹോദരി പ്രാർത്ഥിക്കുന്ന സമയത്ത് സഹോദരിയുടെ ശരീരത്തിന് എന്തോ ഒരു സംഭവം മാറിപ്പോകുന്നത് പോലെ അനുഭവപ്പെട്ടു. എന്നിട്ട് ആ സഹോദരി പിന്നീട് പിറ്റേ ദിവസം എന്നോട് സാക്ഷ്യം പറയുകയാണ്. അന്ന് തന്നെ എന്നോട് പറഞ്ഞു, പിറ്റേ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, അതിന് ശേഷം ഒരു കുഴപ്പവുമില്ല, എനിക്ക് നല്ല സമാധാനമായി. കാരണം യേശുവിന്റെ നാമം പറഞ്ഞു അവിടെ ദൈവപ്രവൃത്തി കാണാൻ കഴിയും. യേശുവിന്റെ നാമം പറഞ്ഞാൽ, കാരണം കുഞ്ഞ് ഉദരത്തിലുള്ള സമയത്ത് സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിന് മൂക്കില്ല. കുഞ്ഞിന് മൂക്കില്ലാതിരുന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് മൂക്കില്ല, ഈ കുഞ്ഞ് ജനിച്ചാൽ എങ്ങനെ ഇരിക്കും? അവർ വീണ്ടും പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞ് വീണ്ടും സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഇല്ലാത്ത മൂക്ക് ദൈവം അവിടെ വെച്ചു കൊടുത്തു. കാരണം യേശുവിന്റെ നാമം
അത്ഭുതം നടത്തുന്ന നാമമാണ് യേശുവിന്റെ നാമം. അത്ഭുതം നടത്തുന്ന നാമമാണ് യേശുവിന്റെ നാമം. ആകാശത്തിന്റെ കീഴെ മനുഷ്യരിടയിൽ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു നാമം ഉണ്ടെങ്കിൽ അത് യേശുവിന്റെ നാമം മാത്രമാണെന്നാണ്. ആ നാമത്തിന്റെ മുമ്പിൽ ബൈബിൾ പറയാ എല്ലാ മുഴങ്കാലുകൾ മടങ്ങും, എല്ലാ നാവുകള് യേശുവിനെ കർത്താവാണെന്ന് എന്ത് ചെയ്യണം? ഏറ്റു പറയണം. യേശു കർത്താവാണെന്ന്. ഇതല്ലാതെ വേറൊരു നാമവും നമുക്ക് നൽകപ്പെട്ടിട്ടില്ല പ്രിയമുള്ളവരെ. ആകാശത്തിന് കീഴെ മനുഷ്യ ഇടയിൽ നൽകിയ ഒറ്റൊരു നാമമേ ഉള്ളൂ. ആ നാമത്തിൽ നമ്മൾ വിശ്വസിക്കണം, ആ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം, ആ നാമത്തിൽ നമ്മൾ ജീവിക്കണം. ആ യേശുവിന്റെ അടുക്കിലേക്ക് നമ്മൾ കടന്നു വരണം, ആ യേശുവിനെ അനുഗമിക്കണം, യേശുവിന്റെ കൂടെ ജീവിക്കണം, ആ യേശുവിന്റെ മഹത്വം നമ്മൾ അനുഭവിക്കണം. ആ യേശുവിന്റെ നാമത്തെ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്നത് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പ്രവർത്തിക്കുന്ന യേശുവിനെ നമുക്ക് കാണാം. അപ്പോസ്തലന്മാര് യേശുവിനെ കൂടെ നടന്ന അപ്പോസ്തലന്മാർ അഭിഷേകം പ്രാപിച്ചപ്പോൾ പത്രോസും യോഹന്നാനും ചേർന്ന് ദേവാലയം എന്ന സുന്ദര കവാടത്തിങ്കൽ കടന്നു ചെല്ലുമ്പോൾ അവിടെ കണ്ട കാഴ്ച, എല്ലാ ദിവസവും ഭിക്ഷയാചിക്കുന്ന ഒരു ഭിക്ഷക്കാരനെയാണ് കാണുന്നത്. ഭിക്ഷക്കാരൻ എന്തെങ്കിലും ഭിക്ഷ കിട്ടുമെന്ന് ആഗ്രഹിച്ചാണ് ഇവരെ സൂക്ഷിച്ചു നോക്കിയത്. എന്നാൽ പത്രോസും യോഹന്നാനും ആ ഭിക്ഷക്കാരനോട് പറയുകയാണ്, സ്വർണ്ണോ വെള്ളിയോ ഞങ്ങളുടെ പക്കലില്ല, ഞങ്ങൾക്കുള്ളത് ഞാൻ നിനക്ക് തരാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. യേശു നിന്റെ അകത്തുണ്ടെങ്കിൽ നീ യേശുവിനെ കൊടുത്താൽ അമ്മയുടെ ഗർഭം മുതലേ മുടന്തനായ മനുഷ്യൻ എന്ത് ചെയ്യും? എഴുന്നേറ്റ് നടക്കും. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ കൊടുക്കാൻ ആർക്ക് കഴിഞ്ഞോ? കൊടുക്കുന്നവന്റെ ജീവിതവും ആരാണ് ഇത് അനുഭവിക്കുന്ന അവന്റെ ജീവിതവും അനുഗ്രഹിക്കപ്പെടാത്തത്. ഈ മുടന്തനായ മനുഷ്യൻ ദേവാലയത്തിന് പുറത്തോ ഇരുന്നുള്ളൂ. എന്നാൽ സൗഖ്യം കിട്ടിയ പാടെ അവൻ ദേവാലയത്തിന്റെ അകത്ത് കയറി ദൈവത്തെ ആരാധിക്കുന്നത് കാണാൻ കഴിയും. അവൻ ആരാധിക്കാൻ ഒരു പ്രത്യേകതയുണ്ട്. അവൻ ഇത്രയും കാലം അവൻ ആരാധിക്കുന്നത് പോലെയല്ല, പുറത്തുള്ള ഒരു അന്തരീക്ഷമല്ലായിരുന്നു അകത്തുള്ള അന്തരീക്ഷം. പുറത്ത് അവൻ എന്നും ആരിൽ നിന്നെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അകത്ത് കയറി കിട്ടിയ ദൈവത്തെ, തന്ന ദൈവത്തെ അവൻ ആർത്തുപാടി തുള്ളിച്ചാടി ആരാധിക്കാൻ ഇടവരുന്നു എങ്കിൽ, പ്രിയമുള്ളവരെ, ഈ ആരാധനയിൽ, ഈ കൂട്ടായ്മയിൽ നമുക്ക് മനസ്സ് തുറന്ന് ആരാധിക്കണമെങ്കിൽ നമ്മുടെ ഇത്രയും കാലം കിട്ടാത്ത ഒരു അനുഭവം നമുക്ക് ഇന്ന് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ ഹൃദയം തുറന്ന് ആരാധിക്കാൻ കഴിയത്തുള്ളൂ. ഇല്ലെങ്കിലോ നമ്മുടെ ആരാധന ആ മുടന്തനായ മനുഷ്യൻ എന്നും ദേവാലയത്തിന്റെ പുറത്തിരുന്നു കൂടിയതുപോലെ ആരാധിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. മതിമറന്ന് ആരാധിക്കുന്ന ഒരു അനുഭവം വെളിപ്പെടാൻ വേണ്ടിയാ കർത്താവ് ആഗ്രഹിക്കുന്നത്. യേശുവിന്റെ അത്ഭുത പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വന്നാലുണ്ടല്ലോ, നിന്റെ ജീവിതത്തിൽ വന്നാൽ ജീവിതം മാറുന്ന അനുഭവം, അന്തരീക്ഷം മാറുന്ന അനുഭവം, കുടുംബ പശ്ചാത്തലം മാറുന്ന ഒരു അനുഭവം, കൂട്ടായ്മ അനുഭവത്തിലേക്ക് നമ്മൾ കർത്താവിനോട് കൂടെ കടന്നു വരുന്ന ഒരു അനുഭവം നമുക്ക് അനുഭവിക്കാൻ ദൈവം ഇടയാണ്. ആ നാമം അത്ര വലിയ നാമമാണ്. യേശുവിന്റെ നാമം ഭൂലോകത്തിലുള്ള സകല മനുഷ്യരും ഈ നാമം അറിയണം. ഭൂലോകത്തിലുള്ള സകല മനുഷ്യരും ഈ നാമത്തിൽ വിശ്വസിക്കണം. യേശു എന്ന നാമം എല്ലാ അധരങ്ങളും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. കാരണം അവന്റെ അഭിഷേകം നമ്മളിൽ വെളിപ്പെടണം, നമ്മളിൽ നിറയണം, നമ്മളിൽ കവിഞ്ഞൊഴുകണം. ഈ അഭിഷേകം നിറഞ്ഞ് ഈ ആത്മാ നിറവിലേക്ക് കർത്താവ് കൊണ്ടുവരുന്നത്, കർത്താവ് നമ്മളെ തൊടുന്നത്, നമ്മളെ സ്പർശിക്കുന്നത്, നമ്മുടെ ബന്ധനങ്ങൾ അഴിക്കുന്നത്, നമ്മുടെ കെട്ടുകൾ മാറ്റുന്നത്, നമ്മുടെ അസമാധാനം നീക്കുന്നത് ഈ അഭിഷേകത്തിന്റെ ശക്തിയാണ്. സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നന്ദി അപ്പാ, നന്ദിയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ അത്ഭുത പ്രവൃത്തി കൊണ്ട് ഇന്ന് നീ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ അടയാളം കൊണ്ട് നീ ഇന്ന് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വീരപ്രവൃത്തി കൊണ്ട് നീ ഇന്ന് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അത്ഭുതത്തിന്റെ ശക്തി ഇപ്പോൾ വെളിപ്പെട്ട് വരട്ടെ. അടയാളത്തിന്റെ ശക്തി ഇപ്പോൾ വെളിപ്പെട്ട് വരട്ടെ. ദൈവപ്രവൃത്തിയുടെ ശക്തി ഇപ്പോൾ വെളിപ്പെട്ട് വരട്ടെ.
അവൻ എന്നും ജീവിക്കുന്ന ദൈവം, അവൻ എന്നും പ്രവർത്തിക്കുന്ന ദൈവം, എന്നും നടത്തുന്ന ദൈവം, എന്റെ ഭാരങ്ങൾ ഏറ്റെടുത്ത ദൈവം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവന്റെ ആത്മാവ് ശക്തമായി ക്രിയ ചെയ്യട്ടെ, അവന്റെ ആത്മാവ് ശക്തമായി ക്രിയ ചെയ്യട്ടെ. ഹല്ലേലൂയ. നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു, നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു, നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു, നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു, നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു, നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗത്തിന്റെ ചങ്ങലകൾ യേശുവിന്റെ നാമത്തിൽ വിട്ടൊഴിഞ്ഞ് മാറിപ്പോകട്ടെ. രോഗത്തിന്റെ ബന്ധനങ്ങൾ വിട്ടു മാറിപ്പോകട്ടെ. അസമാധാനത്തിന്റെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ നീങ്ങി മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമം അത്ര വലിയ നാമം, അനുഗ്രഹിക്കുന്ന നാമം, സുഖപ്പെടുത്തുന്ന നാമം. ഓ സ്തോത്രത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. നന്ദിയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ മഹത്വം ഇവിടെ വെളിപ്പെടേണ്ടതിനാ പ്രാർത്ഥിക്കുന്നത്, നിന്റെ മഹത്വം ഇവിടെ വെളിപ്പെടേണ്ടതിനാ പ്രാർത്ഥിക്കുന്നത്, നിന്റെ ആത്മാവ് ശക്തമായി ക്രിയ ചെയ്യേണ്ടതിനാ പ്രാർത്ഥിക്കുന്നത്. യേശു മഹത്വം എടുക്കണം, യേശുവിന്റെ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. വീണ്ടും യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വചനം ഒന്ന് പരിശോധിക്കാം. 14-ാം അധ്യായം 15-ാം വാക്യം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. യേശു പറയാണ്, എന്റെ വചനം പ്രമാണിക്കുന്നെങ്കിൽ എന്താണ്? എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്ക് നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. പ്രൈസ് ദി ലോർഡ്. ആർക്കാ ഇത് തരുന്നത്? വചനം പ്രമാണിക്കുന്നവർക്ക്. ആർക്കാ ഇത് തരുന്നത്? വചനം പ്രമാണിക്കുന്നവർക്ക്. വചനം പ്രമാണിക്കുന്നവർക്ക് ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിന് അവനെ ലയിപ്പാൻ കഴിയില്ല. നിങ്ങളോ അവൻ നിങ്ങളുടെ കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. കാരണം വചനം നമ്മൾ പ്രമാണിച്ചു കഴിഞ്ഞാൽ വചനത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ കടന്നു വന്ന് നമ്മളെ ക്രിയ ചെയ്യുന്നത് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 3-ാം വചനം നോക്കിക്കേ. അവന്റെ കൽപ്പന പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് അതിനാൽ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. വചനം പ്രമാണിക്കുന്നവന്, ആ കൽപ്പന പ്രമാണിക്കുന്നവന് നാം അവനെ അറിഞ്ഞിരിക്കുന്നുവെന്ന് അതിനാൽ അറിയുന്നു. വചനം പ്രമാണിക്കാത്തവന് അവനെ അറിയുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അവന്റെ വചനം അറിയുന്നവനാണ് അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ. പ്രൈസ് ദി ലോർഡ്. 1 യോഹന്നാന്റെ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 2-ാം വചനം പറയുക, നാം ദൈവത്തെ സ്നേഹിച്ച് അവന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുമ്പോൾ ദൈവമക്കളെ സ്നേഹിക്കുന്നുവെന്ന് അതിനാൽ അറിയാം. എങ്ങനെ അറിയാം? നാം ദൈവത്തെ സ്നേഹിച്ചു അവന്റെ കൽപ്പനകൾ അനുസരിച്ച് നടക്കുമ്പോൾ ദൈവമക്കളെ സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം പ്രമാണിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ അറിയുന്നു. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ദൈവമക്കളെ സ്നേഹിക്കുന്നു. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ പാലിക്കും. പ്രൈസ് ദി ലോർഡ്. വീണ്ടും 1 യോഹന്നാൻ 4:19 പറയുകയാണ്, അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നാം സ്നേഹിക്കുന്നു. യേശുവിന്റെ പ്രത്യേകത എന്താ? യേശു നമ്മെ സ്നേഹിച്ചു. കാരണം എന്റെ വചനം പ്രമാണിക്കുന്നവനെ ഞാൻ സ്നേഹിക്കും. ഹല്ലേലൂയ. യേശു നമ്മളെ സ്നേഹിച്ച സ്നേഹം എത്ര വലിയ സ്നേഹമാണ് യേശു സ്നേഹിച്ചത്. ലോകത്തിൽ ആരും സ്നേഹിക്കാത്ത സ്നേഹമാണ് യേശുവിന്റെ സ്നേഹം. കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി അവൻ നമുക്ക് വേണ്ടി പകർന്നു തന്ന സ്നേഹം, സ്നേഹത്തിന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് പറഞ്ഞ യേശുവിന്റെ സ്നേഹമാണ് നമുക്ക് തന്നത്. പ്രൈസ് ദി ലോർഡ്. ആ സ്നേഹം നമുക്ക് തന്നത് എന്തിനാണ്? നമ്മൾ അവന്റെ വചനം പ്രമാണിക്കണം. കാരണം യോഹന്നാന്റെ സുവിശേഷം എടുക്കാം. നമുക്ക് 1-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വചനഭാഗം ഒന്ന് നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വചനം നോക്കിക്കേ. ഒന്നൊന്ന് വായിക്കാമോ? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ ഒന്ന് വായിച്ചാട്ടെ. 1-ാം അധ്യായം 1 മുതൽ. ആദിയിൽ ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു,
അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായത്. അവനിൽ എന്തുണ്ടായിരുന്നു? ജീവൻ ഉണ്ടായിരുന്നു. ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം പിടിച്ചടക്കാത്ത വണ്ണമുള്ള വലിയ ദൈവിക പ്രകാശമായിരുന്നു തന്റെ വചനത്തിലൂടെ ദൈവം അയച്ചത്. ഈ വചനം അനുസരിക്കുന്നവൻ ദൈവപ്രകാശത്തിൽ നടക്കാൻ തുടങ്ങും, ദൈവ സ്നേഹത്തിൽ നടക്കാൻ തുടങ്ങും, ദൈവ സമാധാനത്തിൽ നടക്കാൻ തുടങ്ങും, ദൈവ സന്തോഷത്തിൽ നടക്കാൻ തുടങ്ങും. അവന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ അനുഭവിക്കുവാൻ ദൈവം ഇടയാക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവം മാറ്റങ്ങൾ വരുത്തുന്ന ദൈവമാണ്. ഇന്നലെ വരെയും ഈ ലോക പാപ ബന്ധനത്തിൽ കഴിയുന്ന മനുഷ്യനെ ഒരു നിമിഷം കൊണ്ട് മാറ്റാൻ ഈ ലോകത്തിൽ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്നെ മാറ്റാൻ ഒരു നിമിഷം കൊണ്ട് കർത്താവിന് കഴിയുന്നേ. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ വരെയും മത്സ്യത്തെ പിടിച്ചിരിക്കുന്ന പത്രോസിനെ പിടിച്ച് മനുഷ്യനെ പിടിക്കുന്നവനാക്കാൻ കഴിഞ്ഞെങ്കിൽ, ഇന്നലെ വരെയും ദൈവസഭയെ ഉപദ്രവിച്ച് കടന്നുപോയ പൗലോസിനെ പിടിച്ച് ദൈവസഭയുടെ ശുശ്രൂഷകനായി മാറ്റാൻ കർത്താവിന് കഴിഞ്ഞെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, അവന്റെ വചനം പ്രമാണിച്ച് അവനിൽ വസിക്കുന്നവൻ അവന്റെ കൂടെ ജീവിക്കുന്നത് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അവന്റെ കൂടെയുള്ള ജീവിതം ഭയങ്കര ആനന്ദകരമായ ജീവിതമാണ്. അവന്റെ സാന്നിധ്യത്തെ അനുഭവിച്ചുകൊണ്ട് അവന്റെ കൂടെ ജീവിക്കുന്ന ആ ജീവിതം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മളോട് സംസാരിക്കും, നമ്മളോട് ഇടപെടും. കർത്താവ് നമ്മളോട് ആലോചനകളെല്ലാം കൃത്യമായി പറഞ്ഞു തരാൻ കർത്താവ് ഇടയാകും. ആമേൻ. നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ദൈവം ആത്മാവിൽ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തി തരും. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ പറഞ്ഞു തന്ന് നമ്മളെ പഠിപ്പിക്കുന്ന കർത്താവിന്റെ കൃപയിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. കാരണം ഒന്നും പറയാത്ത, നമ്മൾ ചോദിക്കുമ്പോൾ മിണ്ടാത്ത, നമ്മൾ അന്വേഷിക്കുമ്പോൾ കിട്ടാത്ത, നമ്മൾ മുട്ടുമ്പോൾ തുറക്കാത്ത, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം തരാത്ത ഒരു ദൈവമല്ല നമ്മുടെ കർത്താവ്. നമ്മൾ ചോദിക്കുന്നതിന് മറുപടി തന്ന്, പ്രാർത്ഥിക്കുന്നതിന് ഉത്തരം തന്ന് നമ്മളെ നടത്തുന്ന കർത്താവിന്റെ കൂടെയാണ് നമ്മൾ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ പ്രാർത്ഥനാ ജീവിതത്തിൽ ദൈവം വ്യക്തിപരമായി എന്തോരെ അനുഭവങ്ങളിലൂടെയാണ് നമ്മളെ നയിക്കാൻ ഇടവരുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് വേണ്ട എല്ലാ ആത്മീയ കാര്യങ്ങളും കൃത്യസമയത്ത് നമുക്ക് പറഞ്ഞു തന്ന് നമ്മളെ നടത്താൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു വലിയ കെട്ടിടത്തിന് തീ പിടിക്കുന്നതായിട്ട് കർത്താവ് ഞങ്ങൾക്കൊരു പ്രാർത്ഥന അനുഭവം തരാനിട വന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. കർത്താവേ, വലിയ കെട്ടിടത്തിന് തീ പിടിക്കുമ്പോൾ ഒരു മനുഷ്യർക്ക് ഒരു ജീവൻ പോലും നഷ്ടപ്പെടുത്താത്ത വണ്ണം കർത്താവേ, നീ അവിടെ വലിയൊരു ദൈവപ്രവൃത്തിയെ നടത്തണമേ എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്, കോഴിക്കോട് സ്റ്റാൻഡിലുള്ള ആ വലിയൊരു തുണിക്കട കത്തി അമർന്നു പോകുന്ന ദൃശ്യം ടിവിയിൽ കാണാൻ ഇട വന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കാരണം ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം മുന്നമേ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്ന ദൈവം. പ്രാർത്ഥിച്ചതുകൊണ്ട് കർത്താവ് അവിടെ മനുഷ്യർക്കൊരു ആപത്ത് പോലും വരുത്താതെ ദൈവം അവിടെ പരിപാലിക്കുന്നത് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞത്, നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവം നമ്മോട് പറയുകയും അതുപോലെ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുകയും ചെയ്യുന്നത് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കൂടെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തിന്റെ ഇടപെടൽ കാണാൻ കഴിയുന്നത്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവ് എന്റെ കൂടെ ഇരുന്നാൽ എന്റെ ഉള്ളിൽ ദൈവം സംസാരിക്കും, നമ്മളോട് ദൈവം സംസാരിക്കും, നമ്മളിൽ ദൈവം ഇടപെടും. ഒന്ന് കരങ്ങളൊന്ന് ഉയർത്തിയാട്ടെ, ഒന്ന് സ്തോത്രം എന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദിയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവേ, നന്ദിയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവേ, നന്ദിയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവേ, ഞങ്ങൾ ആരാധിക്കുന്നപ്പ നിന്റെ മഹത്വം ഇവിടെ വെളിപ്പെട്ട് വരട്ടെ, നിന്റെ ശക്തി ഇവിടെ വെളിപ്പെട്ട് വരട്ടെ, നിന്റെ കൃപ ഇവിടെ വെളിപ്പെട്ട്
നിന്റെ നാമത്തിലാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ലോകത്തിന്റെ ചങ്ങലകള്, പാപത്തിന്റെ ബന്ധനങ്ങള്, കുടുംബത്തിലെ അസമാധാനങ്ങള് യേശുവിന്റെ നാമത്തിൽ വിട്ടു മാറിപ്പോകട്ടെ. അലറുന്ന സംഘം പോലെ ഓ ഹല്ലേലൂയ, ഓ കുടുംബങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന ദുഷ്ടന്റെ കണികളെ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വിടുവിച്ച് കളയട്ടെ. യേശുവിന്റെ നാമത്തിൽ അന്ധകാര മണ്ഡലത്തിൽ വ്യാപരിച്ചിരിക്കുന്ന ദുഷ്ടാത്മാവിന്റെ ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ നീങ്ങിപ്പോകട്ടെ. കർത്താവേ, അത്ഭുതം ചെയ്യട്ടെ എന്ന് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അത്ഭുതം ചെയ്യണമേ എന്ന് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ പ്രവൃത്തി നടത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ അത്ഭുത പ്രവൃത്തി കൊണ്ട് നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ കർത്താവേ, ഈ വചനം കേൾക്കുന്നവരെ അകത്ത് ആത്മാവിന്റെ തീ ഇറങ്ങട്ടെ, ആത്മാവിന്റെ തീ ഇറങ്ങട്ടെ, ആത്മാവിന്റെ അഭിഷേകം ഇറങ്ങട്ടെ, ആത്മാവിന്റെ ശക്തി ഇറങ്ങട്ടെ, ആത്മാവിന്റെ വീരപ്രവൃത്തി ഇറങ്ങട്ടെ. അന്ധകാര മണ്ഡലങ്ങൾ തകർന്ന് വീഴട്ടെ, പാപത്തിന്റെ ബന്ധനങ്ങൾ ഒഴിഞ്ഞു മാറട്ടെ, ഈ ലോകത്തിന്റെ ബന്ധനങ്ങൾ വിട്ടു മാറി പോകട്ടെ, അസമാധാനത്തിന്റെ കെട്ടുകൾ നീങ്ങി പോകട്ടെ. ഇന്ന് ജീവിക്കുന്ന കർത്താവ് അത്ഭുതകരമായി നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ആ വലിയ കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവ് അത്ഭുതകരമായി ഇടപെടട്ടെ, എന്റെ കർത്താവ് അത്ഭുതകരമായി ഇടപെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, റിഖേലേബേ റുഖാലമന റിഖാലബ ഹല്ലേലൂയ. നന്ദിയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, നന്ദിയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരാധിക്കുന്ന യേശുവേ, ആരാധിക്കുന്ന യേശുവേ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. നിന്നെ അനുഗമിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കൾ ഒന്നിച്ച് ആരാധിക്കുന്ന ഈ ആലയത്തിന്റെ അകത്ത്, ഇത് കേൾക്കുന്നവരുടെ അകത്ത് ആത്മാവിന്റെ ശക്തി അതിശക്തമായി ക്രിയ ചെയ്യട്ടെ. യേശുവിന്റെ വചനം പ്രമാണിച്ച് അവനിൽ വസിച്ച് അവനിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതല് എന്നും ദൈവകൃപയാൽ അനുഗ്രഹം പ്രാപിച്ച് കടന്നു പോകുന്നതായി നമുക്ക് കാണാൻ കഴിയും. പിന്നെ യോഹന്നാന്റെ സുവിശേഷം എടുക്കാം. യോഹന്നാന്റെ സുവിശേഷത്തില് 15-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വചനഭാഗം നമുക്കൊന്ന് നോക്കിക്കേ. 15-ാം അധ്യായത്തിന്റെ 4 മുതൽ. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരി വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. യേശു പറഞ്ഞു എന്റെ വചനം പ്രമാണിക്കണം. യേശു പറഞ്ഞു എന്നിൽ വസിക്കണം. യേശു പറഞ്ഞു എന്നെ അനുഗമിക്കണം. യേശു പറഞ്ഞു എന്നിൽ നിന്ന് പഠിക്കണം. യേശു പറഞ്ഞു എന്റെ കൂടെ ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ യേശു കർത്താവ് പറയാണ് എന്നിൽ വസിക്കാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കഴിവല്ല പ്രിയമുള്ളവരെ, നമ്മുടെ കഴിവല്ല, അവന്റെ കൃപയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പാടിയതേ അവന്റെ കഴിവല്ല, നമ്മുടെ കഴിവല്ല, അവന്റെ കൃപയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഒന്നുമല്ല, അവന്റേത് മാത്രമാണ്. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം മുന്തിരിവള്ളിയിൽ അതിന്റെ കൊമ്പ് വസിക്കുന്നത് പോലെ വസിക്കണം. ഫലം കായ്ക്കുവാൻ മറ്റു കുറുക്കു വഴിയില്ല. വളരെ ഫലം കായ്ക്കുന്നതിനാൽ പിതാവ് മഹത്വപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഫലം കായ്ക്കാത്ത കൊമ്പുകളെല്ലാം കർത്താവ് എന്ത് ചെയ്തു? വെട്ടി തീയിലെറിഞ്ഞു കളയും. ഫലം കായ്ക്കുന്ന കൊമ്പുകളെല്ലാം കൂടുതൽ ഫലം കായ്ക്കേണ്ടതിന് എന്ത് ചെയ്യും? ചെത്തി വെടിപ്പാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന്, ഫലം കായ്ക്കുന്ന കൊമ്പ്
ഫലം കായ്ക്കാത്ത കൊമ്പ്, ഫലം കായ്ക്കാൻ ഒരിക്കലും സാധ്യതയില്ലാത്ത ഉണങ്ങിപ്പോകുന്ന കൊമ്പുകൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കൊമ്പുകളെ, ഫലം കായ്ക്കുന്ന കൊമ്പുകൾക്ക് പ്രത്യേകതയുണ്ട്. അത് കൂടുതൽ കായ്ക്കാൻ വേണ്ടി ഒരുക്കും. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ വചനം നോക്കിക്കേ, 15-ാം അധ്യായത്തിന്റെ 2-ാം, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയോ അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയോ അത് അധിക ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കും. പ്രൈസ് ദി ലോർഡ്. കായ്ക്കുന്ന കൊമ്പിന് ഫലം കായ്ക്കാൻ വേണ്ടി അതിന് അവസരം കൊടുത്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, താലന്തുകളുടെ ഉപമയിലൂടെ കർത്താവ് പറഞ്ഞത്, 2 താലന്ത് കിട്ടിയവനും 5 താലന്ത് കിട്ടിയവനും 1 താലന്ത് കിട്ടിയവനും. 5 താലന്ത് കിട്ടിയവൻ അത് എത്രയാക്കി? 5 കൂടെ ചേർത്തു. 2 താലന്ത് കിട്ടിയവനോ 2 കൂടെ ചേർത്തു. 1 താലന്ത് കിട്ടിയവനോ അത് മണ്ണിൽ കുഴിച്ചിട്ടു. അവന് ദൈവം എന്ത് കൊടുത്തു? ഒരെണ്ണോ. എനിക്ക് ഒരെണ്ണല്ലേ കിട്ടിയുള്ളൂ, 2 കിട്ടിയവനോട് നീ പറ കർത്താവേ എന്ന് പറയും. നീ എനിക്ക് 1 തന്നുള്ളൂ, എനിക്ക് 5 കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ നീ പറഞ്ഞതെല്ലാം ഞാൻ ചെയ്യുമായിരുന്നു എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. യേശു പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, തന്നതുകൊണ്ട് നീ എന്ത് ചെയ്യണം? വ്യാപാരം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എന്തിനാ? എന്നിൽ വസിക്കുന്നവന് ഫലം കായ്ക്കുന്ന വിധത്തിലേക്ക് ഞാൻ തന്നെ ഒരുക്കിക്കൊള്ളും. നീ എന്നിൽ വസിച്ചാൽ മതി, ഞാൻ നിന്നിൽ ഫലം കായ്ക്കും. നീ എന്നിൽ വിശ്വസ്തനായ മതി, ഞാൻ നിന്നിൽ അത്ഭുതം ചെയ്തുകൊള്ളും. നീ പോയാൽ മതി, ഞാൻ പ്രവർത്തിച്ചുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. യേശു പറഞ്ഞതാ, നീ പോയാൽ മതി, ഞാൻ അത്ഭുതം ചെയ്തോളും. അപ്പോസ്തലന്മാരെ യേശു തനിക്ക് മുമ്പേ ഈ 2 പേരായി വിട്ടപ്പോൾ അവര് പോയി. അവര് ചെന്നിട്ടോ പിശാച് ഇടിമിന്നൽ പോലെ നിവേദിക്കുന്നത് കണ്ടു. എന്നിട്ടോ കർത്താവിനോട് വന്ന് പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, അതൊക്കെ ചെയ്തു, കാര്യം ശരിയാണ്. നിങ്ങളുടെ പേര് സ്വർഗത്തിൽ രേഖപ്പെടുത്തി എന്നതിനാൽ നിങ്ങൾ സന്തോഷിക്കും. പ്രൈസ് ദി ലോർഡ്. തന്നവൻ അവന്റെ ആത്മാവിനെ തന്ന് അവന്റെ നാമം പറയുമ്പോൾ അവനാണ്, യേശുവാണ് അത്ഭുതം ചെയ്യുന്നത്. ആരാണ് അത്ഭുതം ചെയ്യുന്നത്? യേശുവാണ്. നമ്മൾ മനുഷ്യരിലേക്ക് ശ്രദ്ധിക്കരുത്, നമ്മൾ യേശുവിലേക്ക് നോക്കണം. യേശു ആരാണ്? വിശ്വാസത്തിന്റെ നാഥൻ. യേശു ആരാണ്? അതിന് പൂർത്തി വരുത്തിയവനായ ദൈവം. യേശു ആരാണ്? നമ്മളെ ആ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന് ആ പൂർത്തിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ പൂർത്തി വരുത്തിയ യേശുവിനെ നോക്കി വേണം ആരാധിക്കാൻ. അവനെ കണ്ടുകൊണ്ട് വേണം സ്തോത്രം പറയാൻ. അവന് വേണ്ടി മാത്രമാണ് മഹത്വം കൊടുക്കേണ്ടത്. അവൻ ഇന്ന് ജീവിക്കുന്നുണ്ടെന്ന് നമ്മൾ അറിയണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അനുഭവിക്കണം. അവന്റെ ആത്മാവിന്റെ പ്രകാശനം അനുഭവിച്ചു വേണം നമ്മൾ അവന്റെ കൂടെ ജീവിക്കാൻ. ഹല്ലേലൂയ. ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു, നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു, നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു, നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നന്ദി കർത്താവേ, ആരാധിക്കുന്ന അപ്പാ, സ്തോത്രത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമത്തിന് എന്ത് മഹത്വം ഉണ്ടാകേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. അവന്റെ ശക്തി ശക്തമായി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, സ്തോത്രം. നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമുക്ക് ഒന്ന് പാടി കർത്താവിനെ ആരാധിക്കാം. എന്റെ ഉള്ളിൽ ജീവിക്കുന്ന കർത്താവിന്റെ കൂടെ, എന്നിൽ അത്ഭുതം ചെയ്യുന്ന കർത്താവിന്റെ കൂടെ, എന്നിൽ ഇടപെടുന്ന കർത്താവിന്റെ കൂടെ, എന്നിൽ വ്യാപരിക്കുന്ന അവന്റെ ശക്തിയെ അറിഞ്ഞും അനുഭവിച്ചും വേണം നമ്മൾ അവന്റെ കൂടെ കടന്നു പോകാൻ. എന്നെ ഇന്ന് ബലപ്പെടുത്തണമേ കർത്താവേ, എന്നെ അനുഗ്രഹിക്കണമേ കർത്താവേ, എന്നെ പരിപാലിക്കണമേ കർത്താവേ. നിന്റെ കൃപ എന്റെ മേൽ വെളിപ്പെട്ട് വരണമേ കർത്താവേ. ഹല്ലേലൂയ. ഈ വചനം എന്റെ അകത്ത് തീ കത്തുന്നത് പോലെ കത്തപ്പെടുവാൻ അങ്ങ് ഇടയാക്കണമേ. അങ്ങയുടെ തേജസ് കൊണ്ട് നിറയ്ക്കണമേ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. സ്തുതിച്ചാട്ടെ, എല്ലാ ഹൃദയങ്ങളും സ്തുതിച്ചാട്ടെ, അവനെ ഒന്ന് ആരാധിച്ചാട്ടെ. ഈ വചനം എന്റെ ഉള്ളിൽ ക്രിയ ചെയ്യുവാൻ അങ്ങ് ഇടയാക്കണം. ഇത് കേൾക്കുമ്പോൾ ലോകത്തിൻ്റെതായ ആ ബന്ധനങ്ങളെല്ലാം ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്ന അനുഭവിക്കണം. കുടുംബത്തിലെ അസമാധാനങ്ങൾ നീങ്ങിപ്പോകണം. മാനസികമായി പ്രയാസമുള്ള ബന്ധനങ്ങൾ നീങ്ങിപ്പോകണം. ഈ പരീക്ഷാ കാലഘട്ടത്തിൽ റിസൾട്ടൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ
കഴിയുമ്പോഴുള്ള ആ വിഷമതകൾ, ആ പ്രയാസങ്ങള്, ആ കെട്ടി ആഗ്രഹിച്ചത് കിട്ടാത്തുള്ള ദുഃഖങ്ങള്, അതൊക്കെ വിട്ട് യേശുവിന്റെ കൃപയിലേക്ക് വളരുവാൻ.
ചെയ്യുവാൻ